മോഡ്യൂൾ 1-ലെ ഗ്രാഫിക്കൽ മെത്തേഡ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പം ഈ ലൈന് വന്നിട്ട് ആക്ച്വലി ഇതിന് ഒരു എവിടെയോ ഒരു ഇതിൽ വന്നിട്ട് ഒരു ഡോട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ടിൽ നിന്ന് നമ്മൾ നോക്കി കഴിയുമ്പം അതിൻ്റെ ഒരു റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ കറക്റ്റ് വരച്ച് കഴിയുമ്പം നമ്മൾ ആ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് വരച്ച് കഴിയുമ്പം ഇത് ആക്ച്വലി ഇതൊരു കർവായിട്ട് ഫോം ആകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ നമ്മളിവിടെ ആയിട്ട് ഇപ്പം നമ്മളിവിടെ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഈ ഭൂമി നമ്മൾ നോക്കാൻ നേരത്ത് നമ്മളിവിടെ നിന്ന് നിരന്ന റോഡ് ഭയങ്കര ഗ്രൗണ്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭൂമിക്ക് നടുക്കായിട്ട് പോയി നിന്ന് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് എന്തോന്നാണ്, ഒരു സർക്കിളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ 4 ബാറാണ് നോക്കാൻ പോകുന്നത്. 4 ബാർ മെക്കാനിസം. ഇതിൻ്റെ അകത്ത് എങ്ങനെ വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കാന്നുള്ളത്. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഒരു 4 ബാർ കിട്ടി. ഇതാണ് എൻ്റെ ഒരു 4 ബാർ മെക്കാനിസം. ഇതൊരു 60 mm ആണ്. ഇതൊരു 75 ഡിഗ്രിയാണ്. ഇതൊരു 30 mm, ഇതൊരു 40 mm, ഇതൊരു 50 mm. ഓക്കെ, ഇങ്ങനെയാണ് ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇവിടെയായിട്ട് എനിക്കൊരു ക്ലോക്ക് വൈസിൽ എനിക്ക് എന്തോന്നുണ്ട്, ഒരു RPM ഉണ്ട്. RPM n = 500 RPM. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത് ഫിക്സഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ABCD. ഓക്കെ, എങ്ങനെ പറഞ്ഞ് ഞാൻ എടുക്കും. അപ്പോൾ ഞാൻ ഇത് കിട്ടിക്കഴിയുമ്പം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും നമ്മൾ എന്തോന്ന് ചെയ്യണം, ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. അത് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്ത് നമ്മളിത് എല്ലാം വരച്ചതിന് ശേഷം നമുക്ക് ABCD എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം എടുത്ത് ഒമേഗ കണ്ടുപിടിച്ചൊക്കെ എഴുതും അല്ലേ. ഓക്കെ, അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ മെത്തേഡിൽ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ n × n-1/2 എന്നാണ്. അപ്പം ഇതിൻ്റെ അകത്ത് 1 2 3 4 അല്ലേ. അപ്പം n = എത്രയാണ്, 4. 4 ലിങ്ക് ഉണ്ടായി. അപ്പം 4 × 4 - 1/2. 4 × 4 - 1 4 × 3/2. 4 × 12/2. അപ്പോൾ എത്ര വരും, 6 എന്ന് പറഞ്ഞ് വരും അല്ലേ. അപ്പം ഇതിനകത്ത് 6 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എത്രയാണ്, 6 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. n × n-1/2. അതാണ് ഇക്വേഷൻ, n × n-1/2. ഓക്കെ, ഇതിപ്പോൾ 4 ബാർ ആണെങ്കിലും സ്ലൈഡർ ആണെങ്കിലും ഇങ്ങനെയാണ്. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്തോന്നാണ്, നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്തോന്ന്, നെയിമിങ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അതെങ്ങനെ നെയിം ചെയ്യുമെന്ന് വെച്ചാൽ മൊത്തം ഇപ്പം 4 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതുക, 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതുക. അപ്പം 1 2 2 3 3 4. ഓക്കെ, എന്നിട്ട് തൊട്ട് താഴെ 1 3 1 4. ഓക്കെ, അല്ല 2 4. ഓക്കെ, അതിനുശേഷം 1 4. മനസ്സിലായോ? ഈ ഒരു ഫോമിൽ എഴുതുക. ഓക്കെ, ആദ്യം നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അതിനുശേഷം അതിൻ്റെ നെയിമിങ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇതാണ് സെക്കൻഡ് ഇത്. അപ്പോൾ അതിനെ 1 2 3 4 എന്ന് എടുക്കുക. എന്നിട്ട് 1 2 1 2, 1 3 1 3, 1 4 1 4. അതിനുശേഷം 2 3 2 3, 2 4 2 4, 3 4 3 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ 4 ലിങ്ക് വരുന്ന കേസിൽ എങ്ങനെയാണേലും ഈ നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 6 വരും. അപ്പോൾ ഇതിനിങ്ങനെ നോക്കാൻ നേരത്തെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ശരി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഉണ്ട്. ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. 3 തരം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആണ് ഉള്ളത്. ഫിക്സഡ്, പെർമനൻറ്റ്, പിന്നെ നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ്. ഓക്കെ, 3 തരം എണ്ണം ഉള്ളത്, നെയ്തർ ഫിക്സ്ഡ് നോർ പെർമനൻറ്റ്. ഓക്കെ, ശരി. ഇനിയിപ്പം ഈ 4 ബാർ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് ഫിക്സഡ് ലിങ്ക് അല്ലേ. അപ്പം
ഒരു ഫിക്സഡ് ലിങ്കും വേറെ ഒരു നോർമൽ ലിങ്കും കൂടെ കൂട്ടിമുട്ടിയാലും അതിനകത്ത് ഒരെണ്ണം ഫിക്സഡ് ആവുന്നില്ലേ, അപ്പോൾ അത് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ഫിക്സഡ് അല്ല, ഇത് നോർമലാണ്, ഇത് നോർമലാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം കൂടെ കൂട്ടിമുട്ടുന്നത് വന്നിട്ട് പെർമനന്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതിന്റെ അകത്ത് ഒരു ജോയിന്റിന്റെ അകത്ത് ഒരു ഫിക്സഡ് വരുവാണെങ്കിൽ അത് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആകും. ഒരെണ്ണം പോലും വന്നില്ലെങ്കിൽ അത് പെർമനന്റ് ആവും. പിന്നെ നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ് എന്ന് പറഞ്ഞ് വേറൊരു ഐറ്റവും കൂടെ ഉണ്ട്. ഓക്കെ, ശരി. ഇപ്പം ഇത് ഞാനിപ്പം നമ്പർ ചെയ്തു. എന്തോന്നാണ് ഇത്? ഒരു ലിങ്ക്, ഇത് രണ്ടാമത്തെ ലിങ്ക്, ഇത് മൂന്നാമത്തെ ലിങ്ക്, ഇത് നാലാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞ് നമ്പർ ചെയ്തു. ഈ 1ഉം 2ഉം കൂടെ കൂട്ടുന്നതാണ് എന്തോന്ന്? ഈ സെന്റർ, ഈ പോയിന്റ് ആണ് എന്തോന്ന്? I12. അതുപോലെ ഈ 2ഉം 3ഉം കൂടെ മുട്ടുന്നതാണ് എന്തോന്ന്? I23. എപ്പോഴും ചെറുത് ആദ്യം എഴുതുക, വലുത് അപ്പുറം എഴുതുക. ഓക്കെ, 3ഉം 4ഉം കൂടെ കൂട്ടുന്നത് എന്തോന്നാണ്? I34. ഇതാണ് ആ പോയിന്റ്. ഇത് 2-3 എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് 3-4 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് എന്തോന്ന്? I41 ആണോ 14 ആണോ? 14. ചെറുത് ആദ്യം, വലുത് രണ്ടാമത്. ഓക്കെ, അങ്ങനെ പറഞ്ഞെടുത്തു. അപ്പം ഇതിൻ്റെ അകത്ത് ഈ I12 എന്ന് പറയുന്നത് എന്തോന്നാണ്? ഫിക്സഡ് ആണോ പെർമനന്റ് ആണോ? അതോ നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ് ആണോ? ഇത് വന്നിട്ട് ഒരു ഫിക്സഡ് ആണ്, ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. കാരണം ഇതിൻ്റെ അകത്തെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഇത് ഫിക്സഡ്. ഈ I23 എന്ന് പറയുന്നതോ അത് പെർമനന്റ് ആണ്, കാരണം ഇതിൻ്റെ അകത്ത് ഈ ലിങ്കിൻ്റെ അകത്ത് ഒന്നും ഫിക്സഡ് അല്ല. ഓക്കെ, അതുപോലെ ഇപ്പോൾ 3-4 ഇതും എന്തോന്നാണ്? പെർമനന്റ് ആണ്. ഇത് പെർമനന്റ് ആണോ ഫിക്സഡ് ആണോ? ഇതിൻ്റെ അകത്ത് ഒരു ലിങ്ക് ഫിക്സഡ് ആണ്, അപ്പോൾ ഇത് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആക്ച്വലി നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മളിങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ ചെയ്യും. നമ്പർ ചെയ്തിട്ട് ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതും. 1ഉം 2ഉം കൂടെ ചേർന്ന് I12, 2ഉം 3ഉം കൂടെ ചേർന്ന് 2-3, 3ഉം 4ഉം കൂടെ ചേർന്ന് 3-4, 1ഉം 4ഉം കൂടെ ചേർന്ന് 1-4, അങ്ങനെ പറഞ്ഞ് എഴുതും. ഓക്കെ, ശരി. ഇപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ 4 n=4 ആയിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയാണെങ്കിലും 6 കിട്ടത്തുള്ളൂ. 6 കിട്ടി. അതിന് നെയിമിങ് IC. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ എഴുതുക. ഇത് 2-3 കണക്ക് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ രീതിയിലൊക്കെ എഴുതാനൊക്കെ കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾക്ക് അറിയാവുന്നതിനെല്ലാം നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്യുക, അറിയാത്തതിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് സംഭവം. ഇപ്പം ഇതിനകത്ത് നമുക്ക് I12 ഉണ്ടോ? I12 ഉണ്ട്, തന്നെ I12 ഉണ്ട്. ഇനി അടുത്ത I23 ഉണ്ടോ? I23 ഉണ്ട്, തന്നെ. I34 ഉണ്ടോ? I34 ഉണ്ട്. I14 ഉണ്ടോ? I14 ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതാണ് ഈ രണ്ടെണ്ണം. ഈ രണ്ടെണ്ണമാണ് എന്തോന്ന്? ഇതാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. മനസ്സിലായോ? I13ഉം I24ഉം ആണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. ഈ I12 ഏതാണ്? ഫിക്സഡ്. I23 ഏതാണ്? പെർമനന്റ്. I34 ഏതാണ്? പെർമനന്റ്. I14 ഏതാണ്? ഫിക്സഡ്. ജസ്റ്റ് അത് മനസ്സിലാകാൻ പറഞ്ഞതാണ്. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചതല്ലാതെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്, നമുക്ക് കിട്ടിയതല്ലാതെ കണ്ടുപിടിക്കാനുള്ളതാണ് എന്തോന്ന്? 1, 3, 2, 4. ഇതാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. ശരി, ഇനി 1, 3, 2, 4 കൂടെ കണ്ടുപിടിക്കണം നമുക്ക്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് കൺസിഡർ 2 സർക്കിൾസ്. അതിന് ജസ്റ്റ് നമ്മളൊരു 2 സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ഒരു സർക്കിൾ ആദ്യം അതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ വരയ്ക്കുന്നു. സ്ക്വയർ വരച്ചു. ഓക്കെ, 1, 2, 3, 4 എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഇപ്പം നമ്മൾ 1ഉം 3ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 1ഉം 3നെയും മാത്രം ജോയിൻ ചെയ്തു. ഇപ്പം 2 ട്രയാങ്കിൾ ആയില്ലേ? ഒന്ന് ഈ ഒരു ട്രയാങ്കിളും ആയി, ഇനി ഒരെണ്ണം ഈ ഒരു ട്രയാങ്കിളും ആയി. ഫസ്റ്റ് കൺസിഡർ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യുക, ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം. I12 എന്ന് പറയുന്നത് ഇത്, ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് ആണ് I12. ഓക്കെ, ഇനി അടുത്തത് I32 അല്ലെങ്കിൽ I23. 23 എന്ന് പറയുന്നതാണ് ഈ പോയിന്റ്. അപ്പം ഈ പോയിന്റും കൂടെ ചേർന്നിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. മണ്ടയ്ക്കോട്ടും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ജസ്റ്റ് ഞാൻ പെൻസിലും ഉണ്ട്, ജസ്റ്റ് ഒരു റഫാണ്, ഞാനത് വരച്ച് കാണിച്ചു തരാം. ഇത് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം 1-4 എന്ന് പറയുന്നത് ഏത് പോയിന്റാണ്? ഇതാണ് 1-4. 3-4 എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പോൾ ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റാണ് എന്തോന്ന്? 13. അപ്പോൾ ഇതിന് ഞാൻ എന്തോന്ന് എഴുതണം? I13 എന്ന് പറഞ്ഞ് എഴുതണം. അപ്പം ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വന്നിട്ട് ഒരു
സർക്കിൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ 513 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? ഒരു സർക്കിൾ എടുത്തു, എന്നിട്ട് ഒരു 1ഉം 3ഉം കൂടെ കൂട്ടിമുട്ടിച്ചു, എന്നിട്ട് 1ഉം 2ഉം 2ഉം 3ഉം കൂടെ, അപ്പോൾ ഇതിനെ നേരെ മണ്ടക്കോട്ടും താഴോട്ടും വരച്ചു. അടുത്തത് ഇപ്പുറത്തെ ട്രയാങ്കിൾ അടച്ചു വെച്ചിട്ട് 1 4ഉം 4 3 4ഉം അത് നോക്കിയപ്പോഴത്തേക്കും 1 3 4 ഇത് 1 4 അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചപ്പോഴത്തേക്കും ആ പോയിന്റ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ ഒരു റേഡിയസ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ശരി, അപ്പോൾ ആ I13 കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് I13 കിട്ടിയല്ലോ, ഇനിയിപ്പോൾ 24 കിട്ടണം. 24 കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക, അതിനകത്ത് എഴുതിയ പോലെ തന്നെ എഴുതുക. എന്തോന്ന് 1 2 3 4. ഈ 1 2 3 4 എഴുതുന്നതും തിരിഞ്ഞു പോലും 1 ഇവിടെ തുടങ്ങിയ 4 ഇങ്ങനെ തന്നെ ഒന്ന് അവസാനിക്കണം. ഇനിയിപ്പോൾ ഏതാണ് 24 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1ഉം 3ഉം ആണോ മുട്ടിക്കേണ്ടത്, 2ഉം 4ഉം ആണോ മുട്ടിക്കേണ്ടത്? 2ഉം 4ഉം ആണ് മുട്ടിക്കേണ്ടത്. 2ഉം 4ഉം മുട്ടിച്ചതിന് ശേഷം 1ഉം 2ഉം അതേതാ ഇത്, 1ഉം 4ഉം അതായത് ഇത്. അപ്പം ഇതിനിങ്ങനെ വെച്ചിട്ട് എന്തോന്ന് ചെയ്യുക, പെൻസിലും കൊണ്ട് നീട്ടിയേക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇതല്ലേ ഇപ്പം എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത് ഇത് മായ്ച്ചു വെച്ചിട്ട് അടുത്ത് ഇത് 2ഉം 3ഉം 3ഉം 4ഉം 2ഉം 3ഉം എന്ന് പറയുന്നത് ഇത്, 3ഉം 4ഉം എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് കഴിയാൻ നേരത്ത് ഇത് ഇവിടെ എവിടെയും കൊണ്ടോ വരാൻ നേരത്ത് ഇതിങ്ങനെ കൂട്ടിമുട്ടും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കൂട്ടിമുട്ടിയെന്നിരിക്കട്ടെ. ഇതാണ് എന്തോന്ന് I24. ഇതാണ് I24. അങ്ങനെ നമുക്ക് ഇത് കിട്ടി, I24 എന്ന് പറയുന്ന സംഭവം കിട്ടി. ഇനി എന്താണെന്നാണ്, ഇനിയിപ്പം നമ്മൾ അതിനെ ഇക്വേഷൻ ഇട്ട് ചെയ്യും. ഇക്വേഷൻ ഇട്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ n = 500 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. n = 500 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? ഒമേഗ എ ബി. അപ്പോൾ കണ്ടുപിടിക്കത്തില്ലേ, ഒമേഗ എ ബി എന്ന് പറയുന്നത് എന്തോന്നാണ് 2πn/60. 2πn/60 ഇടാൻ നേരത്തെ എന്തോന്ന് കിട്ടും നമുക്ക്? ഒമേഗ എ ബി എത്രയാണെന്ന് കിട്ടും, 52.35 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. 52.35 റേഡിയൻ/സെക്കൻഡ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് ഒമേഗ എ ബി കിട്ടി. ഇനിയിപ്പോൾ ഒമേഗ എ ബി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇതിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയും കണ്ടല്ലേ വരുന്നത്, ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് ഇതിൻ്റെ വെലോസിറ്റി വരുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ V = R ഒമേഗ, സെയിം മറ്റേതുപോലെ തന്നെ. അപ്പോൾ VAB = RAB × ഒമേഗ എ ബി. VAB എന്ന് പറയുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. RAB അറിയാം എത്ര? RAB എന്ന് പറയുന്നത് 30 mm. അപ്പോൾ 1 2 3.03 മീറ്റർ/സെക്കൻഡ് അല്ല മീറ്റർ × ഒമേഗ എ ബി. അത് 52.35 × 0.03 ചെയ്ത് കഴിഞ്ഞാൽ 1.57. അതാണ് എന്തോന്ന് വെലോസിറ്റി ഓഫ് 0.57. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡ് വഴി ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന വെലോസിറ്റിനെ VAB എന്ന് പറഞ്ഞ് എടുക്കത്തില്ല. ഗ്രാഫിക്കൽ മെത്തേഡിനാണ് VAB, വെലോസിറ്റി VCD അങ്ങനെ പറഞ്ഞ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ B എന്നാണ് വരയ്ക്കുന്നതെങ്കിൽ VB എന്ന് പറഞ്ഞ് എഴുതും, A എന്നാണ് വരയ്ക്കുന്നതെങ്കിൽ VA എന്ന് പറഞ്ഞ് എഴുതും. വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു D, ആ ഒരു ഇത് ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാം. ഞാൻ ഇതിനൊരു 20 mm ആക്കി, ഇതിനൊരു 30 mm ആക്കി, ഇതിനൊരു 45 ഡിഗ്രി ആക്കി. ഓക്കെ, കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാം. അതായത് നിങ്ങൾക്കൊരു ഐഡിയ ജസ്റ്റ് ഇപ്പോൾ കിട്ടിയല്ലോ എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്കൊരു റഫ് ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, അത് വെച്ച് നമ്മൾ ആദ്യം ഇതൊന്നും ചെയ്യുക. നോർമലി ഗ്രാഫിക്കലാണേലും അത് ഏതാണേലും നമ്മൾ വരയ്ക്കുന്നത് ഒരേപോലെ. ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുന്നു, അതിന് സ്കെയിൽ എടുക്കണം. ഞാനിവിടെ സ്കെയിൽ 1 cm എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തു? ഒരു 10 mm ആയിട്ട് എടുത്തു. അതിനുശേഷം ഞാൻ എന്തോന്ന് ചെയ്യുന്നു, ഞാനിത് സെൻറ്ററായിട്ട് തന്നെ വെച്ച് വരയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലല്ലോ, അപ്പോൾ വേറെ വരയൊന്നും ആവശ്യമില്ല. ഈ ഒറ്റ പടം തന്നെയാണ് മെയിൻ പടം. അപ്പോൾ ഞാൻ ഇതിനെ 6 cm ആയിട്ട് എടുത്തു. കുറച്ച് ഇങ്ങോട്ട് പിടിക്കും, 6 cm എടുത്തു. എന്നിട്ട് ഇതിന് എന്തോന്ന് കൊടുത്തു? A എന്ന് കൊടുത്തു, ഇതിനെ D എന്ന് കൊടുത്തു. എന്നിട്ട് ഇത് ഫിക്സഡ് ആണെന്ന് കാണിക്കാൻ ഈ പുല്ല് വരച്ചു. അതിനുശേഷം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് എത്ര ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്? 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി എടുത്ത് ഇത് എത്രയാണ്? 30 cm എടുക്കാം. ഓക്കെ,
3 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ എന്തോന്നാണ്, ഇനിയിപ്പോൾ ഇത് 45 ഡിഗ്രിയാണ് കൊടുത്തല്ലോ, 45 ഡിഗ്രി. ഇത് ബി എന്ന് പറഞ്ഞ് മനസ്സിലായി. ഇനിയിപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പസ് എടുത്തു. ഇത് എത്രയാണ്, 30 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ എടുത്ത് ഡിയിലൊരു ഇത്. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് എത്ര, 20 എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്ത് ഇത് ഞാൻ ഓരോ എടുക്കുന്ന കോൺഫിഗറേഷനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 30 കിടക്കുന്നതിനെ 3 എടുത്തത്. ഓക്കെ, അതറിയാം. അപ്പം ഇതാണ് ആ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എന്തോന്ന്, എന്നിട്ട് ഇത് നമ്മുടെ കൂട്ടി മുട്ടിക്കുക. അപ്പോൾ എന്തോന്ന് കിട്ടും, സി എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ അങ്ങനെ ABCD എന്നായി. ഇതാണ് ഒരു 4 ബാർ മെക്കാനിസം. ഇതിൻ്റെ എവിടെയായിട്ടാണ്, ഇവിടെയായിട്ടാണ് എന്തോന്ന് പറഞ്ഞിരിക്കുന്നത്, ക്ലോക്ക് വൈസിൽ N=500 എന്ന് പറഞ്ഞിരിക്കുന്നത്, RPM എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെത്രയാണ്, ഇത് 30 mm. ഇതെത്രയാണ്, ഇത് 20 mm. ഇത് 30 mm. ഇതെത്രയാണ്, ഇത് 60 mm. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വേണം, ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉപയോഗിച്ചാണ് ഇവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തോന്നാണ്, നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് N= എത്രയാ, ഇവിടെ എത്രയുണ്ട്, ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 4 ലിങ്ക് ഉണ്ട്. അപ്പോൾ N=4. അപ്പോൾ മറ്റേതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, N×n-1/2 ആണ് ഇക്വേഷൻ. അപ്പോൾ അത് ഇടാൻ നേരത്തെ എത്ര കിട്ടും, 6 എന്ന് പറഞ്ഞ് കിട്ടും. 4 കൊടുത്തു കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എനിക്ക് 6. ഇനിയിപ്പോൾ അതിൻ്റെ നെയിമിംഗ് ഓഫ് IC, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞ് എഴുതുക. നെയിമിംഗ് ഓഫ് IC അതെന്തോന്നാണ്, അപ്പോൾ 1, 2, 3, 4 എന്ന് കൊടുക്കുക. അപ്പോൾ 1 കൂടെ ചേർന്നത് 1, 2, പിന്നെ 1, 3 കൂടെ ചേർന്ന് 1, 3, 4 കൂടെ ചേർന്ന് 1, 4, എന്നിട്ട് 2, 3, പിന്നെ അടുത്തത് 2, 4, അതിനുശേഷം ഒന്നുമില്ല. ഇത് 3, 4 മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ അറിയാം, 1, 2 കൂടെ ചേരുന്നത് ഈ പോയിൻ്റാണ് എന്തോന്ന്, I12. ഈ പോയിൻ്റാണ് എന്തോന്ന്, I23. ചെറുതാദ്യം, വലുത് രണ്ടാമത്. ഈ പോയിൻ്റാണ് എന്തോന്ന്, I34. ഈ പോയിൻ്റാണ് എന്തോന്ന്, I14. ഓക്കെ. അതിനുശേഷം 1, 2 അറിയത്തില്ലേ, 1, 2 അറിയാം. 2, 3 അറിയത്തില്ലേ, 2, 3 അറിയാം. 3, 4 അറിയത്തില്ലേ, അറിയാം. I14 അറിയാം. മിച്ചമുള്ളത് ഏതാ, 1, 3, 2, 4. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് വരച്ചു, റഫായിട്ട് തന്നെ ഇങ്ങനെ വരച്ചു. ഓക്കെ. 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തു. 1, 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഡയഗണലി ഇങ്ങനെ കണക്റ്റ് ആക്കി. 1, 2 കൂടെ കൂട്ടി മുട്ടിക്കുന്ന 1, 2 എന്ന് പറയുന്നത് I12, ഈ പോയിന്റ്. ഓക്കെ. എന്നിട്ട് അടുത്തത് 2, 3 എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പോൾ ഇതും കൂടെ വെച്ച് ഞാനൊരു ലൈൻ ഓഫ് ആക്ഷൻ വരയ്ക്കണം ആദ്യം. ഓക്കെ. ഇതും കൂടെ വെച്ചിട്ട് ഒരു ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് 1, 4, 3, 4. 1, 4 ഏതാ, ഇത്. 3, 4 ഏതാ, ഇത്. ഇതും കൂടെ കൂട്ടി മുട്ടിച്ചോണ്ട് ഒരു ലൈൻ. ഓക്കെ. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്തോന്ന്, ഇതാണ് I13. ഏത്, ഈ പോയിന്റ്. ഓക്കെ. I13 കിട്ടിയേ, I13 എന്ന് പറഞ്ഞ് കിട്ടിയേ, ഇവിടെയാണത്. ഓക്കെ. അങ്ങനെ I13 കിട്ടി. ഇനിയിപ്പോൾ അടുത്ത എന്തുവാണ്, ഇനിയിപ്പോൾ അടുത്തത് നമുക്കപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇത് വെട്ടിക്കളയുക. ഇനിയിപ്പോൾ അടുത്തത് വേറെ ഒരു റഫ് സർക്കിൾ വരയ്ക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം 1, 2, 3, 4 സെയിം അതുപോലെ തന്നെ. എന്നിട്ട് 2ഉം 4ഉം കൂടെ കണക്ട് ചെയ്യുക. അപ്പം 1, 2, 1, 4. 1, 2 ഏതായത്, ഈ പോയിന്റ്. 1, 4 ഏതാ, ഈ പോയിന്റ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടേക്കും ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് 1, 2, 1, 4 അത് കഴിഞ്ഞു. ഇനിയിപ്പം 3, 4, 2, 3, 3, 4 ഇത്, 2, 3 ഇത്. അപ്പോൾ ഇതും കൂടെ മുട്ടിച്ചുകൊണ്ട് വേണം ഒരു ലൈൻ കൊടുക്കാനായിട്ട്. ഇത് സപ്പോസ് ഇത് കുറച്ച് ചരിഞ്ഞിരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് ഇത് എന്നാ പറ്റും, ഇത് ഏതാണ്ട് ഇവിടെ ഇങ്ങനെ മുട്ടുന്ന പോലെ വരും. ഓക്കെ. മനസ്സിലായോ?
അതായത് ക്വസ്റ്റ്യനിൽ അത് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്ന പോലെ തന്നെ വരും. അപ്പോൾ എവിടെയെങ്കിലും ടച്ച് ആകുന്ന പോലെ തന്നെ തരത്തുള്ളൂ. ടച്ച് ആകാതെ പോവുകയോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും വരത്തില്ല. ഒന്നെങ്കിൽ ഈ ഭാഗം എവിടെയെങ്കിലും മുട്ടുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗം മുട്ടുന്ന പോലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും മുട്ടും. അപ്പം ഇതിപ്പോൾ സപ്പോസ് ഇവിടെ മുട്ടുക എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഞാൻ എന്തോന്ന് എടുത്തു, I24 എന്ന് പറഞ്ഞെടുത്തു. I24 എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് അതും കിട്ടിയേ, I24ഉം കിട്ടി. അപ്പോൾ എനിക്ക് ഈ 2 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, ഇതാണ് ഇനി ഒരു ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. I24 I13. ഓക്കെ, 2 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യണം, ഇനിയിപ്പോൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. V = R ഒമേഗ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ 2πn/60. ഇതിൻ്റെ അകത്ത് n അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്, അപ്പോൾ അത് വെച്ച് ഒമേഗ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞല്ലേ ലിങ്കിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തോന്ന് അതിൻ്റെ വെലോസിറ്റി. അപ്പം ഇതിനകത്ത് അങ്ങനെ തന്നെയാണ്, ലിങ്കിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വെലോസിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ ആ എഴുതുന്ന വെലോസിറ്റിക്ക് നമ്മളിങ്ങനെ ബി കൂടെ വരയ്ക്കുകയാണെങ്കിൽ ബി വിത്ത് റെസ്പെക്ട് ടു എ അങ്ങനെ പറഞ്ഞ് എഴുതുമായിരുന്നു. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിനകത്ത് അങ്ങനെ എഴുതണ്ട. വെലോസിറ്റി ഓഫ് ബി ആണെങ്കിൽ ബി എന്ന് എഴുതിയാൽ മതി, വെലോസിറ്റി ഓഫ് സി ആണെങ്കിൽ ബി സി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ, ഞാനിങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഇതിപ്പോൾ എനിക്ക് താഴോട്ടാണെന്ന് അറിയാം, കാരണം എന്നാ ഇത് ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ താഴോട്ടാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി. ഇതിന് എന്തോന്ന് പേര് വിളിക്കാം, ബി എന്ന് പറഞ്ഞ് എനിക്ക് വിളിക്കാം, ബി എന്ന് പറഞ്ഞ് വിളിക്കാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ അങ്ങനെ എഴുതണ്ട, അത് ഗ്രാഫിക്കൽ മെത്തേഡിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിൻ്റെ അത് ബി എന്ന് ചെയ്താൽ മതി. 2 കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വേർതിരിവായിക്കോളും. അടുത്തത് വരുന്നുണ്ട് എന്തോന്ന്, വെലോസിറ്റി ഓഫ് സി വരുന്നുണ്ട്, വി സി വരുന്നുണ്ട്. ഓക്കെ, വെലോസിറ്റി ഓഫ് ബി, വെലോസിറ്റി ഓഫ് സി. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അതങ്ങനെ എടുത്ത് വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് കാണിച്ചാലും മതി. അതിനുശേഷം ഗ്രാഫിക്കൽ മെത്തേഡാണ്, നമ്മൾ അതെടുത്ത് വരച്ച് അങ്ങനെ ചെയ്ത് നമ്മൾ ഓരോ വെലോസിറ്റി കണ്ടുപിടിക്കുക, അത് വെച്ച് ഒമേഗ കണ്ടുപിടിക്കാം. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിൻ്റെ അകത്ത് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒമേഗ അറിയാലോ, അപ്പം ഒമേഗ എ ബി ആണ്. ഓക്കെ, ഈ 2 ഇക്വേഷൻ എഴുതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ RP അറിയാം. അപ്പം ഒമേഗ എ ബി എന്ന് പറയുന്നത് 2πn/60. എന്ന് പറയുന്നത് എത്രയാണ്, 500, 52.35 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ഒമേഗ എ ബി. ഒമേഗ എ ബി കണ്ടുപിടിച്ച് എനിക്ക് വി ബി കണ്ടുപിടിക്കരുത്. അപ്പോൾ VB = R ഒമേഗ. R എന്ന് പറയുന്നത് ഇതാണ് 30 mm. അപ്പോൾ 0.03 × 52.35 എന്ന് പറഞ്ഞ് വരും. 52.35 എന്ന് പറയുന്നത് എത്ര വരും, 1.57. അപ്പോൾ 1.57 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VB കണ്ടുപിടിച്ചു. ഇനി VB കണ്ടുപിടിച്ചാൽ VB = ഇനിയിപ്പോൾ അടുത്തത് VB = R ഒമേഗ. R ഒമേഗ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ഒമേഗ എ ബി എടുത്തു, VB = R ഒമേഗ എ ബി എന്ന് എടുത്തു. ഇനിയിപ്പോൾ അടുത്തത് VB = R ഒമേഗ ബി സി എന്ന് എടുത്തു, BC എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഇതിനകത്ത് VB നമുക്കറിയാം 1.57. റേഡിയസ് എന്ന് പറയുന്നത് I13B ആണ്. അപ്പം I13B ആണ്, മനസ്സിലായോ? അതായത് ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഇത് നമ്മൾ അളന്നെടുക്കണം. അളന്നിട്ട് ഇത് കൊണ്ട് ഇൻറ്റു ചെയ്ത് നമ്മൾ എടുക്കണം. ആക്കണമെങ്കിൽ ഇൻറ്റു ചെയ്ത് എടുക്കുക. അങ്ങനെ എഴുതിയിട്ട് ഇൻറ്റു ഒമേഗ ബി സി എന്ന് പറഞ്ഞ് കൊടുക്കും. അതിനുശേഷം നമുക്കപ്പോൾ എന്തോന്ന് കിട്ടും, ഇതിനകത്ത് ഒമേഗ ബി സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒമേഗ ബി സി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഇവിടെ എന്തോന്നാണ്, ബി സി = ബി സി എന്ന് പറയുന്നത് I13C ഇൻറ്റു ഒമേഗ എന്തോന്ന് ബി സി. നമുക്കിപ്പോൾ ഇതിനകത്ത് ഒമേഗ ബി സി അറിയാം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. I13C അതായത് ഈ ഡിസ്റ്റൻസ് അത് ചെയ്യാൻ നേരത്ത് നമുക്ക് ബി സി കിട്ടും അല്ലേ, വെലോസിറ്റി ഓഫ് സി കിട്ടും. വെലോസിറ്റി ഓഫ് സി അപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് VC = R ഒമേഗ. അടുത്ത ഒമേഗ ഏതാ, അടുത്ത ഒമേഗ നമുക്ക് ഒമേഗ CD ആണ്. അപ്പം അതിൻ്റെ റേഡിയസ് എത്ര വരും, I24C എന്ന് പറഞ്ഞ് വരും. I24C ഇൻറ്റു CD എന്ന് പറഞ്ഞ് വരും, ഒമേഗ CD എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും, ഒമേഗ CD കിട്ടും.
ഇനിയിപ്പോൾ അടുത്തതൊന്നും കണ്ടുപിടിക്കാനില്ല, അവിടെ കൊണ്ടത് കഴിഞ്ഞു. കാരണം ഇത് എ ഡി ഫിക്സഡ് ആണ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒമേഗ കിട്ടും. ആദ്യം നമുക്ക് എന്തോന്ന് കിട്ടും? ആദ്യം ഒമേഗ കിട്ടും. ഒമേഗ എ ബി. ശ്രദ്ധിച്ചോണേ, ആദ്യം നമുക്ക് ഒമേഗ എ ബി കിട്ടും. ആദ്യം ഒമേഗ എ ബി കിട്ടി. ഇനിയിപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോന്നുണ്ട്? ബി എന്ന് പറയുന്ന സ്ഥലത്ത് വെലോസിറ്റി ബി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? ബി ബി നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ? ബി സിക്കൽ ടു ആർ ഒമേഗ അല്ലേ? ഒമേഗ നമുക്കറിയാം, അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോന്ന് പറ്റും? ആറ് നമുക്കറിയാം, ഇവിടുത്തെ ഈ ദൂരം കിട്ടാൻ എന്തോന്ന് കിട്ടും? വെലോസിറ്റി. അപ്പോൾ ബി ബി കിട്ടും. അപ്പോൾ ബി ബി കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ബി ബി കഴിഞ്ഞിട്ട് അടുത്തത് ഇനി എങ്ങോട്ട് എന്തോന്നാണ് ഉള്ളത്? ബി സി. ബി സി എന്ന് പറയുന്നത് അടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? ഒമേഗ ബി സി കിട്ടും. ഒമേഗ ബി സി കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ എന്തോന്നുണ്ട്? ഇവിടെ എന്തോന്നുണ്ട്? അടുത്ത വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി സി. ഓക്കെ, അതായത് ബി സി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് എന്തോന്നാണ്? അതിനുശേഷം പിന്നെയും എന്തോന്നാണ്? ഒമേഗ സി ഡി. ഓക്കെ, അതിനുശേഷം ഇതും കൂടെ ഫിക്സഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ബാലൻസ് ഒന്നും കാണത്തില്ല, ഇത്ര തന്നെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതെടുക്കുവാണെങ്കിൽ ഇതിൽ എന്തോന്നുണ്ട്? ആദ്യം നമുക്ക് ഈ സൈഡിൻ്റെ അകത്ത് ഒമേഗ എ ബി കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ഒമേഗ എ ബി കിട്ടും. ഒമേഗ എ ബി നമുക്ക് ആദ്യം കിട്ടും. ഓക്കെ, ഒമേഗ എ ബി ആദ്യം കിട്ടും. അതിനുശേഷം നമ്മൾ ഒമേഗ എ ബി വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും? ബി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കും. ഇനി ബി കണ്ടുപിടിച്ചതിന് ശേഷം ബി വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും? അടുത്തത് ഒമേഗ ബി സി കണ്ടുപിടിക്കും. ഒമേഗ ബി സി കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും? നാലാമത്തത് ബി സി കണ്ടുപിടിക്കും. ബി സി കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും? ഒമേഗ സി ഡി കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടം വരെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അടുത്തതാണെങ്കിൽ എന്തോന്ന്? ബി ഡി വന്നേനെ, ഡി കഴിഞ്ഞിട്ട് എ ഡി വന്നേനെ, അങ്ങനെ പറഞ്ഞു പോകാൻ. ഇതിപ്പോൾ ഇത് എ ഡി ഫിക്സഡ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് എ ഇല്ല. അല്ല, ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ എന്തോന്ന്? ആദ്യം വെലോസിറ്റി ഓഫ് ഡി വന്നേനെ, ഇതിൻ്റെ ബാക്കി വെലോസിറ്റി ഓഫ് ഡി വന്നേനെ. അപ്പോൾ നമ്മൾ ഡി അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. അതിനുശേഷം ഒമേഗ എ ഡി ആയേനെ, എ ഡി വന്നേനെ. അപ്പോൾ എ ഡി ഇല്ല. പിന്നെ അതിനുശേഷം ബി എ ആയേനെ, ബി എ അതും ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സംഭവം. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും, ഒരു ലിങ്കിൽ നിന്ന് തുടങ്ങും. ആ ലിങ്കിൽ നിന്ന് തുടങ്ങി തൊട്ടപ്പുറത്തുള്ള പോയിന്റിലുള്ള വെലോസിറ്റി ബി, അതിനുശേഷം അടുത്ത ലിങ്ക് ആയിട്ടുള്ള ഒമേഗ, പിന്നെ ബി, പിന്നെ ഒമേഗ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഒമേഗ കിട്ടി. ഒമേഗ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ബി കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചത് വെച്ചിട്ട് ബി ഇസിക്കൽ ടു ആർ ഒമേഗ ബി സി എന്ന് എഴുതി. അതിൻ്റെ അകത്ത് I13B എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. I13B എങ്ങനെ എഴുതും? ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ഒരു 5.6 കിട്ടിയെന്നിരിക്കുക. I13B എന്ന് പറയുന്നത് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 5.6 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ എന്തോന്ന് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യാൻ നേരത്തെ 10 എന്ന് പറഞ്ഞായി. അപ്പോൾ ഇത് എത്രയായി? 5.6 × 10 എന്ന് പറയുമ്പോൾ 5.6 × 10 എന്ന് പറയുമ്പോൾ എന്തോന്നായി? 56 mm എന്നായി. ഇനി ഇത് ഞാൻ വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ MM-ൽ ഇട്ട് ചെയ്യണോ ഞാൻ മീറ്ററിലിട്ട് ചെയ്യണോ? മീറ്ററിലിട്ട് ചെയ്യണം. അപ്പം ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1, 2, 3. അപ്പം 0.056 മീറ്റർ ഇൻറ്റു ഒമേഗ ബി സി. ഒമേഗ ബി സി എത്രയാണ്? ഒമേഗ ബി സി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒമേഗ ബി സി. അപ്പോൾ 1.57 ഇസിക്കൽ ടു 0.056 മീറ്റർ ഇൻറ്റു ഒമേഗ ബി സി എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ അകത്ത് നമുക്ക് ഒമേഗ ബി സി കണ്ടുപിടിക്കാം. എങ്ങനെ? 1.57 ഡിവൈഡഡ് ബൈ 0.056 എന്ന് പറഞ്ഞ് വരും.
അപ്പോൾ എത്ര കിട്ടി? 28.03. 28.03 ആണ് എന്തോന്ന് റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്തോന്ന് ഒമേഗ ബി സി. ഇപ്പം എനിക്ക് ഒമേഗ ബി സി കിട്ടി. അപ്പോൾ ഞാൻ അടുത്തതിൻ്റെ അകത്ത് 28.03 ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ബി സി കണ്ടുപിടിക്കണം. I13C എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തു. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോൾ എനിക്ക് ഏതാണ്ട് 1.4 എന്ന് പറഞ്ഞ് കിട്ടി. 1.4 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം 1.4നെ ഞാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം. അപ്പോൾ എനിക്ക് 14 എന്ന് പറഞ്ഞ് കിട്ടും. അതിന് ഞാൻ 14 എന്ന് പറയുന്നത് MM അല്ലേ, അതിന് ഇനി തിരിച്ച് എനിക്ക് മീറ്ററിലേക്ക് ആക്കണ്ടേ. അപ്പോൾ 1, 2, 3 അപ്പം 0.014 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ ഞാൻ 28.03 ഒമേഗ ബി സി കൊണ്ട് ചെയ്തു. അപ്പം എത്ര വരും? 0.014. അപ്പോൾ എത്ര വരും? 0.3925. ബി സി എന്ന് പറയുന്ന സാധനം 0.3925 എന്ന് പറഞ്ഞു വന്നു. ബി സി എന്ന് പറയുന്ന സാധനം 0.3925 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ബി സി കിട്ടി. അപ്പോൾ ബി സി എന്ന് പറയുന്നത് 0.3925 മീറ്റർ പെർ സെക്കൻഡ്. ഇനിയിപ്പോൾ I24C എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇത് എടുത്ത് അളക്കുക. സപ്പോസ് ഇപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു വാല്യൂ ആണ്, കാരണം ഫിഗർ ഇത് കറക്റ്റാകാത്തതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തതാണ്. അപ്പം ഇതിനകത്ത് എനിക്കിപ്പോൾ ഒരു 10.5 കിട്ടിയെന്ന് ഇരിക്കട്ടെ. അപ്പം 10.5 ഇൻറ്റു എന്തോന്ന് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. 10.5 ഇൻറ്റു ഈ സ്കെയിൽ ചെയ്യണം 10 mm. അപ്പോൾ 10 ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 105 mm എന്ന് പറഞ്ഞ് കിട്ടും. 105 mm ഇൻറ്റു ഒമേഗ സി ഡി ആണ്. 105 mm എന്ന് പറയുമ്പോൾ അതിന് മീറ്ററിലാക്കണം. അപ്പം 0.105 ഇൻറ്റു ഒമേഗ സി ഡി. അതിൽ നിന്ന് നമുക്ക് ഒമേഗ സി ഡി കിട്ടൂലേ? അപ്പം ഇവിടെ 0.105 ചെയ്യാൻ നേരത്തെ എന്തെന്ന് കിട്ടും? 3.73 റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് എന്തോന്ന് ഒമേഗ സി ഡി. ഇങ്ങനെ ഒമേഗ സി ഡിയും കിട്ടി. ഇനി നമുക്ക് ചോദ്യത്തിൽ ഇവർ ചോദിച്ചിരിക്കുന്ന ഒമേഗ സി ഡി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒമേഗ സി ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി വെലോസിറ്റി ഓഫ് സി ആണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് സി നമ്മൾ ഇവിടെയേ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.